ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കഥ കൂടെ പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് യാത്ര ചെയ്തപ്പോൾ യാദൃച്ഛികമായിട്ടൊരു വ്യക്തിയെ കണ്ടുമുട്ടി. അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു. എന്നാൽ നമ്മളോടൊക്കെ സംസാരിക്കുന്നത് വളരെ പ്രൊഫഷണലായ രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കുറച്ച് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തു. അതെന്താണെന്ന് ഞാനും നിങ്ങളോട് ഷെയർ ചെയ്യാം. അദ്ദേഹം ഒരു ചിട്ടി കമ്പനി നടത്തുകയായിരുന്നു. നല്ല നിലയിൽ കുറേ വർഷങ്ങൾ ചിട്ടി കമ്പനി നടത്തി അദ്ദേഹം ധാരാളം പണം സമ്പാദിച്ചു. അദ്ദേഹം അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് 5 സെൻറ്റ് 10 സെൻറ്റ് അങ്ങനെ കുറച്ച് ഭൂമികൾ വാങ്ങി. പിന്നെ കുറച്ച് ആഭരണങ്ങളും വാങ്ങി. അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കൂടി ഒരു ബിസിനസ് ആരംഭിച്ചു. അദ്ദേഹവും അതിൽ പാർട്ട്ണറായി ചേർന്നു. അങ്ങനെ ആ ബിസിനസ്സും നല്ല പച്ച പിടിച്ച് തഴച്ചു വളർന്നു. സമൂഹത്തിൽ മാന്യമായ നിലയും വിലയും എല്ലാമായി. വാഹനങ്ങൾ, ധാരാളം വാഹനങ്ങൾ കമ്പനിയുടെ പേരിൽ വാഹനങ്ങളായി, ജോലിക്ക് ആളുകളായി, സമൂഹത്തിൽ വിലയുണ്ടായി. അങ്ങനെ കടന്നു പോകുന്ന സുദിനം. ആൾക്കാർക്ക് ഒരുപാട് പൈസ ആയി കഴിയുമ്പം ചില ആളുകളിൽ മനസ്സ് മാറാറുണ്ട്. അങ്ങനെ ഇവിടെയും എന്തൊക്കെയോ സംഭവിച്ചു. അവരുടെ ബിസിനസ് കുറേശ്ശെ ഡള്ളായിക്കൊണ്ടിരുന്നു, താഴേക്ക് വന്നുകൊണ്ടിരുന്നു. ഇദ്ദേഹം പണം സ്പെൻഡ് ചെയ്യുന്നതിന് കണക്കുകളില്ലാതായി. ഒരു കൃത്യമായ രീതിയിൽ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കേണ്ട വ്യക്തി അതിലേക്ക് കാര്യമായി ശ്രദ്ധ കൊടുക്കാതെ തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ വന്ന് തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം പൂട്ടി, ചിട്ടി കമ്പനി പൊട്ടി, ഒരുപാട് കടം കയറി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ ചിട്ടി കമ്പനിയുടെ ബാധ്യതകൾ, മറ്റുള്ള ബിസിനസ്സിൻ്റെ ബാധ്യതകൾ, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ തലയിൽ വന്നു വീണു. ഇദ്ദേഹം മാനസികമായി തളർന്നു പോയ അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാരോ അയൽക്കാരോ പാർട്ട്ണർമാരോ ആരും ഉണ്ടായിരുന്നില്ല. മാനസികമായി തളർന്നു പോയ അവസ്ഥയായിരുന്നു. ആ അവസ്ഥ അദ്ദേഹത്തെ മറ്റൊരു മാനസിക തലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത്. അവിടെ നിന്നും അദ്ദേഹം റിക്കവർ ചെയ്തത് കുറേ സമയമെടുത്തിട്ടാണ്. അപ്പോൾ അദ്ദേഹം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന പ്രോപ്പർട്ടികളുണ്ടായിരുന്നു, അവ വിറ്റു. ആഭരണങ്ങളുണ്ടായിരുന്നു, അവയും വിറ്റു. അങ്ങനെ താൻ സ്വരുക്കൂട്ടി വെച്ചതെല്ലാം വിറ്റ് തൻ്റെ കടക്കാരുടെ കടങ്ങളെല്ലാം വീട്ടുകയാണ് ഉണ്ടായത്. അതിൽ നിന്നും കുറച്ച് പൈസ അദ്ദേഹത്തിന് മിച്ചം കിട്ടി. അത് വെച്ച് അദ്ദേഹം വീണ്ടും ബിസിനസ് തുടങ്ങി. ഇന്ന് അദ്ദേഹം ആ ചെറിയ ബിസിനസ്സിൽ നിന്ന് തൻ്റെ പഴയ ബിസിനസ്സിനേക്കാളും എത്രയോ ഇരട്ടി ലാഭമുള്ള ഒരു ബിസിനസ്സാണ് അദ്ദേഹം ഇന്നുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ആകുന്ന കാലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, അത് നമ്മളെ ആപത്ത് കാലത്ത് സഹായിക്കും. ശരിയായൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ശരിയായ സ്ഥലത്ത് നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പം തീർച്ചയായിട്ടും അത് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാനും ഉൾക്കൊള്ളുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, എപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളത് പലർക്കും വ്യക്തമായൊരു ധാരണയില്ല. തൻ്റെ കയ്യിൽ കുറച്ച് കാശിരിപ്പുണ്ട്, എന്നാൽ കൊണ്ടേ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തേക്കാം. എവിടെ കൊണ്ടേ ഇൻവെസ്റ്റ് ചെയ്യും അറിയില്ല. കുറച്ച് ആളുകൾ പറയും ബാങ്കിൽ കൊണ്ടേ ഫിക്സഡ് ഇട്ടേക്കാം. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ പറയും എന്നാൽ ഈ എമൗണ്ട് നമുക്ക് പലിശയ്ക്ക് കൊടുക്കാം. മറ്റു കുറച്ച് ആൾക്കാർ പറയും എന്നാൽ നമുക്ക് ബിസിനസ് ചെയ്യാം.
വേറെ കുറച്ച് ആൾക്കാർ പറയും നമുക്ക് കുറച്ച് ഭൂമി വാങ്ങിക്കാം, അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. ഇങ്ങനെ പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഈ സമൂഹത്തിൽ നന്നായി അറിയാവുന്ന ആളുകളും ഉണ്ടാവും, അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആളുകളും ഉണ്ടാകാം. നമുക്കപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മുതൽക്കൂട്ടാണ്. നമ്മുടെ കയ്യിൽ അധികമായി വരുന്ന പണം, അതിനെ ശരിയായ രീതിയിൽ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് നമ്മൾ ഉപയോഗിക്കുക. ആ ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ മുതലിനെ വളർച്ച രേഖപ്പെടുത്തി നമുക്കതിന് കിട്ടും, വളരാൻ അനുവദിക്കണം. നമ്മളൊരു വിത്ത് നട്ടിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ച് അതിൽ ഫലങ്ങളുണ്ടാവും. അതപ്പം നമ്മളിട്ട വിത്തിൻ്റെ പൈസ മാത്രമായിരിക്കില്ല, എത്രയോ മടങ്ങ് നമുക്കതിൽ നിന്ന് ലാഭം കിട്ടും, അല്ലേ? അതുപോലെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഇൻവെസ്റ്റ്മെൻറ്റ് അനിവാര്യമാണ്. നമ്മൾ കടം വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കടം വാങ്ങിക്കുമ്പോൾ അതിനൊരു പലിശ ഉണ്ടാവും. ഫ്രീ ആയിട്ട് ആരും നമുക്ക് തരില്ല പൈസ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത്, അല്ലെങ്കിൽ നമുക്ക് മിച്ചം വരുന്ന തുക, അത് 1 രൂപയായിക്കോട്ടെ, 5 രൂപയായിക്കോട്ടെ, 10 രൂപയായിക്കോട്ടെ, ലക്ഷങ്ങളായിക്കോട്ടെ, നിങ്ങളത് കൃത്യമായ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഒന്നെങ്കിൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് മുന്നേ പറയേണ്ട ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പണം എത്ര നാളത്തേക്കിന് നമുക്ക് വേണ്ട, ഇത്രയും നാളത്തേക്കിനെങ്കിൽ എത്രയാണ് അതിൻ്റെ ടൈം പീരീഡ്, നമുക്ക് ആവശ്യമില്ലാത്തത് എത്ര ടൈം പീരീഡാണ്, അത് നോക്കി വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് എനിക്ക് നാളെ ആ പൈസ വേണമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും, അത് ഏത് മേഖലയാണെങ്കിലും ശരി. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്തത് എത്ര കാലമാണോ അതനുസരിച്ച് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനായിട്ട്. പറഞ്ഞു വന്നത്, നമുക്ക് ബാങ്കിൽ നമുക്ക് മിച്ചമുള്ള പൈസ നമുക്ക് ബാങ്കിലിടാം, പോസ്റ്റ് ഓഫീസിലിടാം. അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഹനങ്ങൾ വാങ്ങിച്ച് ബിസിനസ് നടത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്താം, അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് നടത്താം, ഭൂമി വാങ്ങിക്കാം, മെറ്റീരിയൽസ് വാങ്ങിച്ചു വയ്ക്കാം വിൽപ്പന നടത്താനുള്ള. അതുമല്ലെങ്കിൽ നമുക്ക് ഓർണമെൻറ്റ്സ്, ഗോൾഡ്, സിൽവർ, അങ്ങനെയുള്ള പ്രീഷ്യസ് മെറ്റീരിയൽസ് വാങ്ങി വയ്ക്കാം. ഇതുപോലെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ അനവധി അവസരങ്ങളുണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വീട് വാങ്ങിക്കാം, വീട് വാങ്ങി വയ്ക്കാം, വീട് വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കുക. ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലാണ്. അത് മറ്റൊരാൾക്ക് ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഒരു കണ്ടീഷൻ ഇതേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അധികമായിരിക്കുന്ന പണം എത്ര നാളത്തേക്കിന് നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ട് മതി എന്നതിനെ ആശ്രയിച്ചായിരിക്കണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഒരു 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ മതിയെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷ് നിങ്ങൾക്ക് മതി, അതുവരെ വെറുതെ ആ ക്യാഷ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അടുത്തുള്ളൊരു ബാങ്കിൽ പോവുക. അവിടെ പോയിട്ട് അതൊരു ഫിക്സഡ് ഇടുക, ഒരു ടൈം നിങ്ങൾ നോക്കിയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുക, 3 മാസത്തേക്കിനുള്ള ഒരു പ്ലാൻ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം ലഭിക്കുകയും ചെയ്യും. വെറുതെ അവിടെ പൈസ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുവഴി ഒരു വരുമാനം ലഭിക്കും. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ തന്നെ ഫിക്സഡ് ഇടാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. ഇനി അതുമല്ലെങ്കിൽ 1 വർഷമൊക്കെ അല്ലേ, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കതൊന്നെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അധികമായി പണമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിടാം. 1 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രോപ്പർട്ടിക്ക് വിലയുണ്ടാവും. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് മറിച്ച് വയ്ക്കാൻ സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഗോൾഡോ ഓർണമെൻറ്റ്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങി വയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ പണമാക്കി മാറ്റാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ എത്ര സമയം കഴിഞ്ഞ് ടൈം പീരീഡ് നമുക്ക് കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കേണ്ടത്. രണ്ടാമത് അതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടറാണ്. അതിൽ എത്രത്തോളം നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതും കൂടെ ആലോചിച്ച് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ നിങ്ങൾ ആലോചിക്കണം. റിട്ടേൺ നമുക്ക് കിട്ടാത്ത ബിസിനസ്സോ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമുക്കൊരു ലാഭം ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്ന എന്തോ, ഇപ്പം നമ്മൾ 10 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 രൂപയെങ്കിലും ലാഭം കിട്ടണം, 11 രൂപയെങ്കിലും നമുക്ക് കിട്ടണ്ടേ. അപ്പം അങ്ങനെ നമുക്ക് ലാഭം കിട്ടുന്നത് എത്രത്തോളമാണ് എന്നതിനെ നോക്കണം. ലാഭം കൂടുന്നതനുസരിച്ച് അതിനുള്ള റിസ്ക് ഉണ്ട്. റിസ്ക് നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭവും കൂടുതൽ തന്നെ കിട്ടും. ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ, ബോണ്ടുകൾ, ഇവയിലൊക്കെ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഇവയൊക്കെ ഒരു ടൈം പീരീഡ് നമുക്ക് ആവശ്യമാണ്. കാരണം മാർക്കറ്റ് റിലേറ്റഡ് ആണ് ഇവയെല്ലാം. മാർക്കറ്റ് റിലേറ്റഡ് ആകുമ്പോൾ ചിലപ്പം ഏറി പോകാം അല്ലെങ്കിൽ കുറഞ്ഞു പോകാം, ഇതിനുള്ള സാധ്യതകളുണ്ട്. അത് റിസ്ക് ബെയറിംഗ് ഫാക്ടറുകളാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഇതിൽ സക്സസ് ഉറപ്പാണ്. നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എത്ര പീരീഡാണോ അതിനനുസരിച്ച് മാർക്കറ്റിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പരിഹരിച്ച് നമുക്ക് നല്ലൊരു റിട്ടേൺ ലഭിക്കും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് നോക്കിക്കോളുക. നിങ്ങൾ ഇന്ന് വാങ്ങിച്ചിടുന്ന റിയൽ എസ്റ്റേറ്റ് ഒരു 10 വർഷത്തേക്കിന് നിങ്ങൾക്ക് ഈ പണം വേണ്ട എങ്കിൽ, കുറച്ച് ഭൂമി വാങ്ങിച്ചിട്ട് 10 വർഷത്തേക്കിന് നിങ്ങൾക്ക് ആ പണത്തിൻ്റെ ആവശ്യമില്ല എങ്കിൽ, 10 വർഷം കഴിഞ്ഞിട്ട്, ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചൊരു ഭൂമിയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വില ചിലപ്പോൾ 5 ലക്ഷമോ 6 ലക്ഷമോ ഒക്കെ ആയെന്നിരിക്കും. പക്ഷേ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. ഇന്ന് കൊണ്ടുപോയിട്ട് നാളെ എനിക്ക് പണക്കാരനാകണമെന്ന് പറയരുത്, അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം റിട്ടേൺ കിട്ടണമെന്ന് പറയരുത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് ബാലിശമാണ്, അത് തെറ്റാണ്. പല ആൾക്കാരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കൊള്ളുക, എത്ര ആളുകളുടെ കയ്യിൽ നിന്നാണ് ക്യാഷ് പറ്റിച്ചിട്ട് പോയേക്കുന്നതെന്നറിയോ. നിങ്ങൾ എനിക്ക് 5 ലക്ഷം തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 50 ലക്ഷമാക്കി മടക്കിത്തരാമെന്നും പറഞ്ഞ് കൊണ്ടുപോകും. അതിന് കൊടുക്കാൻ ആളുകളുണ്ട്. എന്നാൽ സ്വയമേ ഒന്ന് ചിന്തിച്ചിട്ട് സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? എത്ര മാർഗ്ഗങ്ങളുണ്ട്. ഇന്ന് 5 ലക്ഷം കൊടുത്ത് എനിക്ക് 1 മാസം കഴിയുമ്പോൾ അത് 50 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി അത് കൊടുക്കും. എത്ര അനുഭവം കിട്ടിയാലും മലയാളികൾ പഠിക്കില്ല. അത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അവസ്ഥയാണ്. നമുക്കൊക്കെ വിവരം കൂടിപ്പോയതാണ് തെറ്റ്. നമുക്ക് ശരിയായ ബോധമില്ല. നമ്മളെ പറ്റിക്കാൻ എളുപ്പമാണ്. അറിവ് കൂടിപ്പോകുന്ന ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അറിവും വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇതിന് പുറകെ നടക്കുന്ന കള്ളത്തരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറേ സമയമെടുക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് മേഖലയിലായിക്കോട്ടെ, ആ മേഖലയിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് ആ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. റിസ്ക് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്കുള്ള പൊട്ടൻഷ്യൽ കൂടും. നിങ്ങൾ ഷെയറുകളിലും അതുപോലെ ബോണ്ടുകൾ, അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് അതുപോലുള്ളവയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആകുന്നതനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ ഏറ്റവും നല്ല ലാഭം നിങ്ങൾക്ക് കിട്ടും, റിട്ടേൺ കിട്ടും. ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഏറ്റവും നല്ല മാർഗമാണ്. വീട് വാങ്ങാം, അത് വാടകയ്ക്ക് കൊടുക്കാം. പക്ഷേ നിങ്ങൾ ചോദിക്കും, വീടൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്ന് ചോദിക്കും. പക്ഷേ വീട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വീട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ കാലം കഴിയുമ്പം വീടിന് പോരായ്മകളൊക്കെ വരും. അപ്പം വീട് ചിലപ്പം പുതുക്കി പണിയേണ്ടി വരും, മെയിൻ്റനൻസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ പ്രോപ്പർട്ടി, ആ വാല്യൂ അത് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പം നിങ്ങൾ ഫ്ലാറ്റ് വാങ്ങിക്കാൻ പോകുന്നതും നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് ഭൂമി വാങ്ങിച്ച് വീട് വെക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫ്ലാറ്റ് വാങ്ങി ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ആ ഫ്ലാറ്റിൻ്റെ വാല്യൂ കുറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റൊക്കെ ഒരു ഇത്ര വർഷം കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനൊക്കെ ഡിപ്രിഷിയേഷൻ ഉണ്ടാകും തീർച്ചയായിട്ടും. കാരണം അതിന് മെയിൻ്റനൻസും ബിൽഡിങ്ങിൻ്റെ വിലമൊക്കെ പരിശോധിച്ച് വേണം അതിന് ചെയ്യാനായിട്ട്. അത് പിന്നെ ടൗൺ ഏരിയയിലാണെങ്കിൽ പോലും ഒരു പരിധിയുണ്ട് അതിനൊക്കെ. പക്ഷേ നിങ്ങളൊരു ഭൂമി വാങ്ങി അതിലൊരു വീട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ലാഭം ഒന്നുണ്ടാവും. വീടിന് വില കുറഞ്ഞു പോയാലും പ്രശ്നമില്ല, വീടിൻ്റെ ഡെപ്രിഷിയേഷൻ പൊയ്ക്കോട്ടെ. പക്ഷേ ഭൂമി അവിടെയുണ്ട്, ആ ഭൂമിക്ക് വില കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഫ്ലാറ്റും ഭൂമി വാങ്ങി വീട് വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ ഗോൾഡുകളിൽ, സിൽവറിൽ, കോപ്പറുകൾ, മെറ്റീരിയൽ, പ്രീഷ്യസ് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി സൂക്ഷിച്ച് വയ്ക്കുക. ഗോൾഡ്, സിൽവറൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ വാങ്ങി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. കാരണം അതൊക്കെയൊക്കെ വില കൂടുന്ന ഐറ്റമാണ്.
അപ്പോൾ അതൊക്കെ ഒരു പീരീഡ് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ, ഫിക്സഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ശതമാനം ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ് നമുക്ക് കിട്ടും. ചിലപ്പോൾ അതിപ്പം വന്നിട്ട് ഒരു 8-8.25% വരെയാണ് ഇയർലി കിട്ടുക. പക്ഷേ അതിനൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ ആ ടൈം പീരീഡിനകത്ത് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ടൊന്നും സാധിക്കാതെ വരും. അപ്പോൾ അല്ലെങ്കിൽ അതുപോലെ എടുക്കണമെങ്കിൽ ലോൺ സൗകര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ അഡീഷണലായി ചിലപ്പം പലിശയൊക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഡെപ്പോസിറ്റ് ഏതിൽ വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഏതിൽ വേണം ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. ബിസിനസ് പാർട്ട്ണർ, അതായത് ബിസിനസ് സ്ഥാപനങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ കൃത്യമായ എഗ്രിമെൻറ്റിലൂടെ നിങ്ങൾക്കും ഇൻവെസ്റ്റ് ചെയ്യാം, അതിൽ പാർട്ട്ണർസ്മാരാകാം. അത് ആദ്യം നമ്മൾ ആ കമ്പനി ഏതാണെന്നോ അതിൻ്റെ വ്യക്തമായ പ്രോഡക്റ്റുകൾ എന്താണെന്നോ എല്ലാം നമ്മൾ കൃത്യമായി പഠിച്ചതിന് ശേഷം വേണം ഏതൊരു സ്ഥാപനത്തിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ജീവിതത്തിൽ എല്ലാവർക്കും കൂടിയേ തീരുള്ളൂ. ഇന്ന് നാം എല്ലാവർക്കും ചിലപ്പം നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കാം. നാളെ നമുക്കൊരാവശ്യം വരുമ്പം നമ്മുടെ കയ്യിൽ പണത്തിന് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ആ പണം എവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കും? നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് നാളത്തേക്കിന് ആ പണം ഉപയോഗപ്പെടുത്താം. തീർച്ചയായിട്ടും എല്ലാവരുടെയും ലൈഫിൽ 1 രൂപയാണെങ്കിൽ, അല്ലെ 10 രൂപയാണ്, 100 രൂപയാണ്, എത്രയാണോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കുക അത് നടത്തുക തന്നെ വേണം. ഇൻവെസ്റ്റ്മെൻറ്റ് അതെപ്പോഴും ഒരു ചിട്ടയായ രീതിയിൽ നടത്തുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവും ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. നമസ്കാരം.